മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം കുറവലങ്ങാടിലാണ് ആയിരിക്കുന്നത്. ഇടവകയിലെ മാതൃവേദി അമ്മമാരെയും കൊണ്ട് ഒരു തീർത്ഥാടന യാത്രയായിട്ടാണ് ഈ ഒരു ദേവാലയ സന്ദർശനത്തിനായിട്ട് ഈ ഒരു പ്രദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. പാലാ രൂപതയിൽപ്പെട്ട നമ്പർ 1 ദേവാലയമാണ് കുറവലങ്ങാട് ഈ കാണുന്ന തീർത്ഥാടന കേന്ദ്രം. ഓരോ ആദ്യ വെള്ളിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ദേവാലയത്തിൽ വന്ന് നേർച്ചുകാഴ്ചകൾ സമർപ്പിക്കുവാനും നിയോഗാർത്ഥം പ്രാർത്ഥിക്കുവാനും ഒക്കെ എത്തിച്ചേരുന്നത്. 2 ദേവാലയങ്ങളാണ് നമുക്ക് ഈ ഒരു തീർത്ഥാടന സ്ഥലത്ത് കാണുവാൻ സാധിക്കുന്നത്. അതിൽ മുകൾ ഭാഗത്തായിട്ട് നിലകൊള്ളുന്നത് ചെറിയ പള്ളി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ താഴ്ഭാഗത്ത് എല്ലാവരും എത്തിച്ചേരുന്ന മുത്തിയമ്മയുടെ സന്നിധാനമൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ ദേവാലയം, അത് വലിയ പള്ളി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലുള്ള 8 നോമ്പ് തിരുനാള് വലിയ ദേവാലയത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഓരോ വർഷവും ആഘോഷിക്കപ്പെടുകയാണ്. ചെറിയ പള്ളിയില് സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലായതുകൊണ്ട് സെബസ്ത്യാനോസിന് തിരുനാളുമായി ബന്ധപ്പെട്ട് വളരെ ആഘോഷകരമായ രീതിയിലാണ് ഇത് പ്രത്യേകമായിട്ട് തിരുനാൾ നടത്തപ്പെടുന്നത്. ഈ ഒരു തിരുനാൾ ദേശത്തിരുനാൾ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ധാരാളം ആളുകള് ചെറിയ പള്ളിയിലായിട്ടും വലിയ പള്ളിയിലായിട്ടും പ്രത്യേകം നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും പ്രത്യേകം നിയോഗം നേർന്നുകൊണ്ട് എത്തിച്ചേരുകയും ചെയ്യുന്ന നല്ല പതിവ് ശൈലികളാണ്, പാരമ്പര്യമാണ് ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീർത്ഥാടന സ്ഥലത്ത് ഉള്ളത്. പാരമ്പര്യങ്ങളും പ്രാചീനതയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുറവലങ്ങാടിന് സ്വന്തമായിട്ട് ഉള്ളത്. പാലാ രൂപതയിൽ ഇത്രയധികം തലയെടുപ്പോടുകൂടി ആകാശവിധാനങ്ങൾ വരെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു ദേവാലയം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനാളിനോട് അനുബന്ധിച്ച് ചവിട്ടിയടിക്കുന്ന മണിമാളികയിലെ മണികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പോർച്ചുഗീസിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കി എന്നുള്ള ഐതിഹ്യമാണ് ഇതിനായിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ മണികളിൽ ഒന്നാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ മുത്തിയമ്മയുടെ തിരുസന്നിധി നിലകൊള്ളുന്നത് വലിയ പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ചുവർ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മുത്തിയമ്മയുടെ തിരുസന്നിധാനം നമുക്ക് കാണുവാൻ സാധിക്കും. അതിമനോഹരമായ പെയിന്റിങ്ങുകളാൽ അലങ്കൃതമായിട്ടാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലുള്ള പെയിന്റിങ്ങുകൾക്കൊന്നും കോട്ടം വരാത്ത രീതിയിലാണ് ഇപ്പോഴും ഇത് കാത്തുസൂക്ഷിക്കുന്നത്. മുത്തിയമ്മയുടെ അതിമനോഹരമായ ഒരു രൂപം സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ ധാരാളം ആളുകൾ ഈ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുകയും നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും അമ്മയുടെ അടുക്കല് നിയോഗങ്ങൾ മാധ്യസ്ഥനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന നല്ല പതിവ് ശൈലികളാണ് ഉള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ഗ്രോട്ടോയാണ്. ഈ ഗ്രോട്ടോയുടെ പ്രത്യേകത എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഗ്രോട്ടോ അലങ്കരിച്ചു വെക്കുന്ന നല്ലൊരു പതിവ് ശൈലിയാണ് ഉള്ളത്. തിരുക്കുടുംബത്തിന്റെ ഗ്രോട്ടോ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അത് പൂർണ്ണമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ നിർമ്മിച്ച് അത് സ്ഥായിയായി ഇവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. പരിശുദ്ധ കന്യകാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു പ്രദേശത്ത് ദേവാലയം ഉണ്ടാകണം എന്നുള്ള ചിന്ത പകർന്നു നൽകുകയാണ്. ആ ഐതിഹ്യത്തിൽ നിന്നാണ് ഈ ഒരു ദേവാലയത്തിന്റെ നിർമ്മിതിയും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത്. മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമായതുകൊണ്ട് അതിന്റെ തിരുമുറ്റത്ത് തന്നെ മാതാവിന്റെ നാമധേയത്തിലുള്ള ഒരു ഗ്രോട്ടോയും നമുക്ക് കാണുവാൻ സാധിക്കും. വലിപ്പമേറിയ ദേവാലയം അകല കാഴ്ചകൾ നടത്തുകയാണെങ്കിൽ ഇപ്രകാരമാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ട നല്ല വലിപ്പമേറിയ ഇതിന്റെ പ്രൗഢിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വലിപ്പമേറിയ ഇതിന്റെ പ്രൗഢിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത്.
പ്രാചീനതയെ നിലനിർത്തിക്കൊണ്ടുള്ള വാദ്യപ്പുരയും ഈ ഒരു ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുവാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷവും നല്ല വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോട് കൂടി ചേർന്ന നല്ല രീതിയിലുള്ള വിവിധ ഭാഗങ്ങളാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ചുറ്റുപാടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന മരിയൻ ദേവാലയം, അതിന്റെ താഴ്വാരങ്ങളിലാണ് കുരിശുംതൊട്ടി നിലകൊള്ളുന്നത്. ആ കൽക്കുരിശിൽ എണ്ണയൊഴിക്കുന്നതിന് വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് ഓരോ ആദ്യ വെള്ളിയാഴ്ചയും ഇവിടെ എത്തിച്ചേരുന്നത്. നീണ്ട ക്യൂ, അത് 3 മണി മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നീണ്ടു നിൽക്കുന്നതാകട്ടെ 12 മണി വരെ. അത്രമാത്രം താല്പര്യത്തോടുകൂടി നിയോഗാർത്ഥം ഈ ഒരു ഭക്തകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പള്ളിമുറിയോട് അനുബന്ധിച്ച് നിലകൊള്ളുന്ന നല്ല ഒരു കപ്പലാണ്. ടൈറ്റാനിക് കപ്പൽ എന്നുള്ള പേരിലാണ് അതറിയപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബൃഹത്തായ പള്ളിമുറി, ഒത്തിരിയേറെ മുറികളോടുകൂടിയും സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ ഒരു പള്ളിമുറി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദേവാലയത്തിന്റെ അതേ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തടികൾ കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത്. കുറവലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിലെ ആകമാന വീക്ഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകൾക്കും നവ്യമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുവാൻ ഈ ഒരു തീർത്ഥാടന കേന്ദ്ര സന്ദർശനം കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.